കുവൈറ്റിൽ ആവശ്യക്കാർക്ക് സിക്ക് ലീവ് വ്യാജമായി തയ്യാറാക്കി നൽകുന്ന രണ്ടംഗം പ്രവാസി സംഘത്തെ അറസ്റ്റ് ചെയ്തതായി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2 ഈജിപ്ഷ്യൻ പ്രവാസികൾ അടങ്ങുന്ന സംഘമാണ് പിടിയിലായത്. അറസ്റ്റിലായവർ വ്യാജ സിക്ക് ലീവ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തതായി സമ്മതിച്ചതായി മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഓൺലൈൻ ലിങ്കുകൾ വഴിയാണ് സംഘം വ്യാജരേഖകൾ നിർമ്മിച്ച് ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തിയത്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റൽ രൂപത്തിലായതിനാൽ എളുപ്പത്തിൽ ആവശ്യക്കാരെ കണ്ടെത്താനും അവർക്ക് വ്യാജ സർട്ടിഫിക്കറ്റും എത്തിക്കാനും സാധിച്ചതായും അധികൃതർ കണ്ടെത്തി. അതിനിടെ വാണിജ്യ വ്യവസായ മന്ത്രാലയം കഴിഞ്ഞ ഒരു മാസത്തിനകം നടത്തിയ പരിശോധനകളിൽ 600-ലേറെ വാണിജ്യ ലംഘനങ്ങൾ കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. രേഖപ്പെടുത്തിയ ലംഘനങ്ങളിൽ ഗണ്യമായ പങ്കും വിലയിലെ കൃത്രിമവുമായി ബന്ധപ്പെട്ടതാണെന്ന് വാണിജ്യ നിയന്ത്രണ വകുപ്പ് ഡയറക്ടർ ഫൈസൽ അൽ അൻസാരി വെളിപ്പെടുത്തി. 611 നിയമലംഘനങ്ങളെയാണ് ഓഗസ്റ്റ് മാസത്തിൽ കണ്ടെത്തിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇതിൽ 448 കേസുകൾ അഥവാ 73% കേസുകളും മന്ത്രാലയത്തിന് കീഴിലെ പരിശോധനാ ഉദ്യോഗസ്ഥർ നടത്തിയ ഫീൽഡ് റെയ്ഡുകളിലാണ് കണ്ടെത്തിയത്. പരിശോധനകളിലൂടെ കണ്ടെത്തി 73% കുറ്റകൃത്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ബാക്കി 163 നിയമലംഘനങ്ങൾ ഉപഭോക്താക്കൾ നൽകിയ പരാതികളെ തുടർന്ന് എടുത്ത കേസുകൾ തന്നെയാണ്. മന്ത്രാലയത്തിന്റെ വാണിജ്യ നിയന്ത്രണ വകുപ്പ് 32 വിഭാഗങ്ങളിലായി 95 തരം നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു. വിലയിലെ കൃത്രിമത്വത്തിന് പുറമെ റെസ്റ്റോറന്റ് ഡെലിവറി സേവനങ്ങളിലെ വില കൃത്രിമം 22 കേസുകളും വിലയും തൂക്കവും വ്യക്തമാക്കുന്ന പ്രൈസ് ടാഗ് ഇല്ലാതിരിക്കൽ 2 കേസുകളും സാധനങ്ങളുടെ ഗുണനിലവാരമില്ലായ്മ 39 കേസുകളും ബില്ലിംഗുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ 48 കേസുകളും റീപ്ലേസ്മെന്റ് റിട്ടേൺ പോളിസികളുമായി ബന്ധപ്പെട്ട കേസുകൾ 57 കേസുകളും എന്നിവയും പരിശോധനയിൽ കണ്ടെത്തി. കൂടാതെ നിരവധി സഹകരണ സംഘങ്ങളും സെൻട്രൽ മാർക്കറ്റുകളും മാസത്തിൽ തുടക്കത്തിൽ സാധനങ്ങളുടെ വില വിവരപ്പട്ടിക മന്ത്രാലയത്തിന് നൽകാതിരുന്ന കേസുകളും പരിശോധനയിൽ കണ്ടെത്തി. രാജ്യത്തിന്റെ പല ഭാഗത്തും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്.